ഇത് ഒരു ബിഗ് ബോസ് അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് അപ്ഡേറ്റ് ആണ്. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ആ ഒരു ബിഗ് ബോസ് വീട്ടിലും ആ ഒരു ഏഷ്യനെറ്റിലെ ചാനലിലും മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിൻ്റെ റിലേഷൻഷിപ്പ്. ജാസ്മിൻ്റെ നിലവിൽ ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഈ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ രാത്രി നടന്നൊരു കോൺവെർസേഷനാണ് വിഷയം. മറ്റൊന്നല്ല, അതിൽ ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഈ പറയുന്ന വ്യക്തിയായിട്ട് പേര് പറയാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്. അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് തൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നല്ല പറയുന്നത്. ഇങ്ങനെ 1.5 വർഷത്തോളം ഫ്രണ്ട്സ് ആയിരുന്നു, തന്നെക്കുറിച്ച് അറിയാം. അപ്പോൾ ഈ ആളായിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ബിഗ് ബോസ് കഴിയട്ടെ അതിനുശേഷം നോക്കാം എന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അല്ലാണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്കിത് നടത്താം എന്നല്ല പറഞ്ഞത്, നോക്കാം എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ഇന്നലെ, അതായത് ഈ ഒരു ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു സംഭവമാണ്. ജിൻഡോനോടാണ് പറയുന്നത്, വേറെ ആരും ഇല്ല അവിടെ. ജിൻഡോനോട് പറഞ്ഞൊരു സംഭവമാണ്, ഇങ്ങനെ നോക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഉറപ്പിക്കലോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് ഇത് കഴിയുമ്പോൾ, അതായത് ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കല്യാണം നടത്താമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതേ ജാസ്മിൻ വീക്ക് 1 ഗബ്രി ആയിട്ട് ഇരുന്ന് ഇതുപോലെ തന്നെ രാത്രി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഗബ്രിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ്. അപ്പോൾ ഗബ്രി ആരാണ് ചെക്കൻ എന്ന്. അപ്പോൾ ഗബ്രി വിശ്വാസമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇവള് കള്ളം പറയുന്നതാണെന്നുള്ള രീതിയിൽ വീണ്ടും ചോദിക്കണം ആരാണ് ചെക്കൻ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് അഫ്സൽ എന്ന പേര് പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നത് നിനക്ക് ഇത്ര പെട്ടെന്ന് പേര് കിട്ടിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പേര് ജാസ്മിൻ തന്നെയാണ് ഫസ്റ്റ് വീക്കിൽ ഗബ്രിയോട് പറഞ്ഞ് അത് പുറത്തിട്ടത്. എന്തൊക്കെ തന്നെ ഇപ്പോൾ ജാസ്മിന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമുള്ളൂ, ഞാനത് ഗബ്രിയോടാണ് പറഞ്ഞത്. അന്നേരം അവിടെ ഗബ്രി മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാലും ഈ സാധനം ലോകം മുഴുവൻ കാണുക. അപ്പോൾ ഹൗസിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അറിയില്ലായിരിക്കും. ഗബ്രീനോട് പറഞ്ഞ വിഷയം ഹൗസിലെ ബാക്കിയുള്ളവർക്ക് അറിയില്ലെങ്കിലും ഈ പറയുന്ന അഫ്സലും ജാസ്മിൻ്റെ വീട്ടുകാരും അതുപോലെ പുറത്തിരിക്കുന്ന എല്ലാവരും ഈ വിഷയം കേൾക്കുന്നതാണ്. അപ്പോൾ ഇവർക്കിത് അറിയാനും മനസ്സിലാക്കാനും ബോധമില്ലാത്ത ആൾക്കാരൊന്നുമല്ല. കണ്ടസ്റ്റൻസിന് ബാക്കിയുള്ളവർക്ക് അറിയില്ല, ഗബ്രിക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. പിന്നീട് ജാസ്മിൻ തന്നെ പലരോടായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണത്തിൻ്റെ കഥയൊക്കെ. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഷോയിൽ ഇങ്ങനത്തെ പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ടുവരാണ്ടിരിക്കുക. മാക്സിമം നമുക്കതായിട്ട് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി, ഒരു കൺഫർമേഷൻ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം കൂടി പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിത് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ബിഗ് ബോസ് ഇപ്പോൾ നമുക്കറിയാം, ബിഗ് ബോസ് പുറത്തിരുന്ന് പറയുന്ന പോലെ, ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും കാണുന്ന ഓഡിയൻസ് ആയാലും ആരായാലും പുറത്തിരുന്ന് പറയുന്ന പോലെ അല്ല. അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇമോഷൻസും അവരുടെ കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് ഷോ പോകുന്നത്. ആ ഷോയിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഇതിലെന്ത് പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ധാരണ വെച്ചിട്ട് വേണം നമ്മളതിൽ പോകാൻ. നമ്മൾ പറയും സ്ക്രിപ്റ്റഡ് അല്ല, അതുകൊണ്ട് നമുക്കൊന്നും പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം എന്ത് ചെയ്യേണ്ടതെന്ന്. ഇന്നിപ്പോൾ അഫ്സൽ ഇത്രയും ആ ഒരു വ്യക്തി ഇത്രയും ദിവസം, അതായത് ജാസ്മിൻ BB ഹൗസിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല. BB ഹൗസിലെ ചെറിയ വിഷമങ്ങളാണ് ജാസ്മിൻ്റെ വിഷമം. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ജാസ്മിൻ്റെ ഫാമിലി അടക്കം, ഈ പറയുന്ന അഫ്സലിൻ്റെ ഫാമിലി അടക്കമുള്ള ആൾക്കാർ പുറത്തിരുന്നിട്ട് ഇവരൊരു വേറൊരു ലൈഫാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇത്രയും നാളുണ്ടായിരുന്നു, ഇത്രയും വർഷം ജീവിച്ചതിൽ നിന്ന് ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് അവർ സഹിക്കാവുന്നതിൻ്റെയും കേൾക്കാവുന്നതിൻ്റെയും മാക്സിമം അവർ കേട്ടിട്ടുണ്ടാവും. അതിപ്പോൾ ജാസ്മിൻ്റെ ഫാമിലി തെറ്റുകാരാണെങ്കിൽ കൂടി ജാസ്മിൻ വഴിയാണ് അവരും തെറ്റുകാരായത്. ഇപ്പോൾ ജാസ്മിൻ്റെ ഫാദറും മദറും വീട്ടിൽ വന്നപ്പോൾ ജാസ്മിൻ്റെ ഉപ്പ എന്താണ് പറഞ്ഞത്, അഫ്സലാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത്. പക്ഷേ അഫ്സലിൻ്റെ ഒരു പോസ്റ്റ് അഫ്സൽ ഇത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു വ്യക്തികളെയും എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ടില്ല, ഇതുവരെ അവരായിട്ടൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ സംസാരം ഉണ്ടായിട്ടില്ലെന്നാണ്. അപ്പോൾ ജാസ്മിൻ്റെ ഉപ്പ എന്തുകൊണ്ടത് കള്ളം പറഞ്ഞു? ജാസ്മിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബിഗ് ബോസ് അവരെ അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും, അങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അതുപോലെ ഇപ്പോൾ അഫ്സൽ കൊടുത്ത പാവയാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ അഫ്സൽ തന്നെ ഒരു പോസ്റ്റ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി എത്രയൊക്കെ ജാസ്മിൻ നല്ലതാണ്, എത്രയൊക്കെ ജാസ്മിൻ ഒരു തെറ്റ് പറ്റിപ്പോയതാണെന്ന് അക്സെപ്റ്റ് ചെയ്താലും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം തെറ്റാണ് ജാസ്മിൻ ചെയ്തിരിക്കുന്നത്. അതിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അഫ്സലിന് ബിഗ് ബോസ് കൊണ്ട് ജീവിതം രക്ഷപ്പെട്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലായി ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്കായിരിക്കും ഇതിൻ്റെ പ്രോബ്ലംസ് ഇഷ്യൂസും വരാൻ പോകുന്നത്. പക്ഷേ ഈ ബിഗ് ബോസ് കൊണ്ട് അഫ്സൽ എങ്ങനെയോ രക്ഷപ്പെട്ടു, അതാണ് സത്യം. ജാസ്മിൻ ആക്ച്വലി ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത വ്യക്തിയാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഓൾറെഡി മുന്നക്ക എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു. നമുക്ക് യൂട്യൂബിലൂടെ അറിയാം ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നീട് അത് ബ്രേക്കപ്പ് ആയി, അത് നടന്നില്ല, വർക്കൗട്ട് ആയില്ല. ഉടനെ ഈ അഫ്സൽ തന്നെ പറയുന്നുണ്ട്, 1 വർഷം ആകുന്നേ ഉള്ളൂ, ഫ്രണ്ട്സ് ആയിട്ട് 1 വർഷം ആവുന്നുള്ളൂ. അസ്ല മാർലിയുടെ വെഡ്ഡിങ്ങിനാണ് കണ്ടത്, അങ്ങനെയാണ് പരിചയപ്പെട്ടത്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഇത് 7 മാസത്തോളം ആയിട്ടുള്ളൂ.
അങ്ങനെയൊക്കെ അഫ്സൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ചാൻസുള്ള മുന്നക്കയുടെ വിഷയം കഴിഞ്ഞ ഉടനെ തന്നെയാണ് അഫ്സലിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ജാസ്മിൻ ഇതൊരു ഫണ്ണായിട്ടുള്ളൊരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഈ വക കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഗബ്രിയായിട്ട് ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ ലവ് ആണോ എന്താണോ എന്ന് അറിയാത്തൊരു അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് നമുക്ക് ബിഗ് ബോസിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും ഈ പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ജാസ്മിൻ തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ റിവീൽ ചെയ്ത് ആകെ പല പല സ്റ്റേറ്റ്മെൻറ്റ്സ് പല പല സ്ഥലത്തായിട്ട് പലരോടും പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ജാസ്മിൻ തന്നെ വരുന്നത്. ജാസ്മിൻ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അറിയാം പുറത്ത് ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇവിടെ ഉള്ളവർക്ക് ഇതറിയില്ല എന്നും ജാസ്മിന് വേണമെങ്കിൽ ഇതൊക്കെ ഹൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ജാസ്മിൻ അതൊക്കെ പല രീതിയിൽ ആകെ ഒരു അവീര പരുവത്തിലാക്കിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ വരാനുണ്ടായത്. ജാസ്മിൻ ചിന്തിക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കും വേണ്ടത് ട്രസ്റ്റാണ്. അപ്പോൾ ജാസ്മിനെ ഇങ്ങനെ ഒരു ഷോയിലേക്ക് അഫ്സൽ വിടുന്നത് ജാസ്മിന് പുറത്തുള്ള ട്രസ്റ്റ് കൊണ്ടാണ്. പക്ഷേ അഫ്സലിന് ഇവിടെ നാണക്കേടും, അഫ്സൽ ഒരു ജോക്കറായി ബാക്കിയുള്ളവരുടെ മുമ്പിൽ, സ്വന്തം ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും അതുപോലെ ഓഡിയൻസിനെയും ജനങ്ങളിപ്പോൾ കാണുമ്പോൾ അഫ്സലിനെ കളിയാക്കുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ജാസ്മിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എത്രയൊക്കെ പറഞ്ഞാലും ഒരാളോട് നമ്മൾ റിലേഷൻഷിപ്പിൽ വാക്ക് പറഞ്ഞിട്ട് അയാളെ മറന്ന് വേറൊരാളെ കാണുമ്പോൾ അയാളുടെ പുറകെ പോകുമ്പോൾ അത് ആക്ച്വലി ചീറ്റിംഗ് തന്നെ പറയുള്ളൂ. ജാസ്മിൻ ആർമി, ജാസ്മിൻ്റെ ബ്ലൈൻഡ് സപ്പോർട്ടേഴ്സ് എത്ര അത് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഒരു ചീറ്റിംഗ് തന്നെയാണ്. പലരും അതായത് ജാസ്മിൻ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ജാസ്മിൻ്റെ നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ടിടുന്ന വീഡിയോസിൽ പലതിലും ജാസ്മിൻ്റെ കുറേ ബ്ലൈൻഡ് ഫാൻസ് വന്നിട്ട് പറയുന്നത് കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് അവളോട് അസൂയയല്ല, അവൾ നല്ല രീതിയിൽ ഇത്ര ചെറിയ പ്രായത്തിലേ വളർന്ന് നല്ലൊരു ലെവലിലേക്ക് എത്തുന്നത് കണ്ടിട്ട് അസൂയ അല്ലെങ്കിൽ ബിഗ് ബോസിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു പ്ലെയേഴ്സ് ഇല്ലാണ്ട് അവൾ മാത്രം വളർന്നു വരുന്നത് കൊണ്ട് തോന്നുന്ന അസൂയ കാരണമല്ലേ നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ അവൾക്ക് നെഗറ്റീവ് പറയുന്നതല്ല. ഇതൊക്കെ നെഗറ്റീവ് പറയാൻ ആരാണ് ഇടയാക്കിയത്? ജാസ്മിൻ തന്നെ. ഇതിനു മുമ്പ് ബിഗ് ബോസിൽ പല കണ്ടസ്റ്റൻസും വന്നു പോയിട്ടുണ്ട്. പലർക്കും പോസിറ്റീവ്സും ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവ്സും ഉണ്ടായിട്ടുണ്ട്. പലരുടെയും ജീവിതങ്ങൾ വരെ ബിഗ് ബോസ് കൊണ്ട് മാറിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളോട് ഒരു രീതിയിലും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ജാസ്മിൻ ഓരോ പ്രവൃത്തിയും ചെയ്തു വെച്ചിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ അകത്തായാലും പുറത്തായാലും ജാസ്മിൻ്റെ ഹെയ്റ്റേഴ്സും ജാസ്മിൻ്റെ നെഗറ്റീവ്സ് ഹൈലൈറ്റ് ആവാൻ കാരണം ജാസ്മിൻ തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര വെളുപ്പിച്ചാലും ജാസ്മിൻ ഒരിക്കലും ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കപ്പ് ഡിസേർവിങ് അല്ല. ഒരു അർഹതയും ഇല്ല ജാസ്മിൻ ആ കപ്പ് തൊടാൻ പോലുള്ള അർഹതയില്ല. കാരണം ഒരു പേഴ്സണ് വേണ്ട ബേസിക് മാനേഴ്സ്, ബേസിക് പേഴ്സണാലിറ്റി ജാസ്മിൻ ഇല്ല. ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പല സ്ഥലത്തു നിന്ന് പലരും കാണുന്ന ഷോയാണ്. ഇതിനു മുമ്പ് ഇത് മലയാളത്തിൽ മാത്രമല്ല പല ലാംഗ്വേജസിലും നല്ല രീതിക്ക് നടന്നു പോകുന്ന ഒരു ഷോയാണ്. മലയാളം മാത്രമാണ് ഇത്ര വേസ്റ്റ് രീതിയിലാവുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ ഡിഫോൾട്ട് തന്നെയാണ്. മേക്കേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് മലയാളത്തിൽ ഈ ഷോ ഇങ്ങനെ ആയി പോകുന്നത്. ബാക്കി സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ അടിപൊളിയാണ് എല്ലാ സീസണും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി, അതായത് ഇതുവരെ ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു ഷോയുടെ ക്വാളിറ്റി കളയാൻ തന്നെ കാരണം ജാസ്മിനാണ്. ജാസ്മിൻ വന്നേ പിന്നെയാണ് ഈ BB സീസൺ 6 തന്നെ ഒരു നിലവാരമില്ലാത്ത ഷോ ആയി മാറിയത്. ഇതുവരെ സീസൺ 5 പിന്നെ എങ്ങനെയെങ്കിലും കണ്ടു നിൽക്കായിരുന്നു. 1 to 5 വരെ എങ്ങനെയെങ്കിലും കണ്ടു നിൽക്കാം. അതിലുള്ള ആൾക്കാരോട് നമുക്കൊരു എന്താ പറയുക, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ കൂടെ അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജാസ്മിൻ്റെ പ്രവർത്തികളും ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഈ ബിഗ് ബോസ് ഒക്കെ കൂടുതൽ അമ്മമാർ കാണുന്നുണ്ട്, ഫാമിലീസ് കാണുന്നുണ്ട്. പക്ഷേ ജാസ്മിനൊക്കെ വന്നതിന് ശേഷം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഷോ ആയി, പിള്ളേർക്ക് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ ഷോ പോയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോയിൽ ഒരിക്കലും ജാസ്മിനെ പോലത്തെ ഒരു വ്യക്തി കപ്പ് അർഹിക്കുന്നില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പറയാം നമ്മൾ ബാക്കി കുറേ ആൾക്കാർ വിത്ത് പ്രൂഫ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ജാസ്മിൻ ഇങ്ങനെ ഷോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ട്, ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കുറേ ടോക്സ് കേൾക്കുന്നുണ്ട്. അതൊക്കെ സത്യമാവുന്ന പ്രൂവ് ചെയ്യുന്നൊരു സമയമായിരിക്കും ജാസ്മിൻ അങ്ങനെ ഒരു കപ്പ് ലഭിച്ചാൽ. ഇനിയെങ്കിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കി ചെയ്യൂ. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അല്ലാണ്ട് ജാസ്മിനെതിരെ പറയുന്ന ആൾക്കാരെ സൈബർ അറ്റാക്ക് ചെയ്യുക, സൈബർ ബുള്ളി ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഈ പറയുന്ന ജാസ്മിൻ മേ ബി ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇതിപ്പോൾ നിലവിൽ അഫ്സൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതല്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു സൈഡ് ഉണ്ടാവും. തീർച്ചയായും നമ്മളത് കേൾക്കണം. ജാസ്മിന് പറയാനുള്ളത് എന്താണെന്നും കൂടി നമ്മൾ കേൾക്കണം. അല്ലാണ്ട് അഫ്സലിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫാമിലിക്ക് പറയാനുള്ളതല്ല നമ്മൾ കേൾക്കണം. ജാസ്മിൻ്റെ സൈഡും ജാസ്മിൻ്റെ കാര്യങ്ങളും കൂടി പറയാം. മേ ബി ജാസ്മിൻ ഇത് പുറത്ത് വന്നതിന് ശേഷം നല്ല രീതിയിൽ ന്യായീകരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ശരിയാക്കിയേക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എവിടേക്കോ ജാസ്മിൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ലൈക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ലോജിക്ക് കൊണ്ടുവരിക. അറ്റ്ലീസ്റ്റ്
നിങ്ങളുടെ സൈഡിലെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും ബെറ്ററാണ്. ഇപ്പോൾ ഞാൻ കേൾക്കുന്ന കുറേ വോയിസിൽ പറയുന്നുണ്ട് അസ്ല മാർലിയാണ് ഇതിന് പിന്നെ പുള്ളിക്കാരിക്ക് ജാസ്മിനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജാണ് ഇതിൻ്റെ ബിഹൈൻഡിൽ നടക്കുന്നത്, പലരും ഈ അഫ്സലിനെ ഇളക്കി വിട്ടതും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഈ അസ്ല ചെയ്യുന്നതാണെന്ന്. പക്ഷേ അസ്ല ആക്ച്വലി എനിക്ക് മനസ്സിലായത്തോളം ജാസ്മിൻ ഈ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണ് അസ്ലയായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് തന്നെ. അല്ലാതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നവർക്കാണ് കൂടുതൽ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ചാൻസ് കൂടുതലും, അവർക്കാണ് കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കൂടുതലും. അത് ബിഗ് ബോസിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, അങ്ങനെ ഒരു വിഷയങ്ങളായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉള്ളവരെയാണ് കൂടുതൽ ബിഗ് ബോസിലേക്ക് എടുക്കുന്നത്. ഷോയുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി അസ്ലയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പലരും ഇപ്പോൾ പറയുന്നുണ്ട് അസ്ല കാരണമാണ് ഇത്ര പ്രശ്നം, എവിടെയോ കിടക്കുന്ന അസ്ലേനെ ഇതിൽ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ജാസ്മിനെ വിളിപ്പിക്കാൻ നോക്കേണ്ട കാര്യമില്ല. ജാസ്മിൻ ചെയ്ത തെറ്റാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ നമുക്ക് അറിയില്ല, ഇതിൻ്റെ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് അറിയില്ല. ഇങ്ങനൊരു വിഷയം എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാവരും പറയും ബാക്കിയുള്ളവർ നാണമില്ല ഇതിൻ്റെ പുറകെ കയറി തൂങ്ങാൻ, അങ്ങനെയൊന്നും പറയില്ല. ഇതൊരു കോമൺ ആയിട്ട് എല്ലാവരും അറിയുന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഓഡിയൻസും വ്യൂവർഷിപ്പും കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അതിനൊക്കെ ആൻസർ ചെയ്യാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ആരാണോ പറയുന്നത് അവർക്ക് ഇതിനൊക്കെ മറുപടി കൊടുക്കാനും പറ്റണം. ഇല്ലെങ്കിൽ അത് പറയാൻ നിൽക്കരുത്. അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ പല ആൾക്കാരും ഇതിനെ ബേസ് ചെയ്ത് പല പല കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വാലിഡ് ആയിട്ടുള്ളൊരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിഷയങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ കിട്ടിയതിൻ്റെ പുറത്തെ കഥകൾ ഉണ്ടാക്കരുത്. അത് ഒരുപാട് പേരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ പറയുന്ന അഫ്സൽ, അതായത് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വീണ്ടും അഫ്സലിന് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കുറേ സൈബർ അറ്റാക്കും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പേഴ്സൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദൈവത്തോർത്ത് നിങ്ങളങ്ങനെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ബാക്കിയുള്ളവരെ കമൻസിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കരുത്. നമുക്കറിയുന്ന കാര്യങ്ങൾ, നമുക്ക് ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാതെ നമ്മളായി പുതിയ കഥകൾ ഉണ്ടാക്കി നമ്മളാവുന്ന രീതിയിൽ അത് വളച്ചൊടിച്ച് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് ബിഗ് ബോസിൻ്റെ ഇനിയുള്ള അപ്ഡേറ്റ്സ് നോക്കാം. താങ്ക് യു.